ഞാൻ കഴിഞ്ഞ 40 വർഷമായി ശബരിമലയിൽ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായും അതുപോലെ ക്ഷേത്ര ജീവനക്കാരുടെ യൂണിയൻ്റെ ഭാരവാഹി എന്ന നിലയിലും നിരവധി പ്രാവശ്യം ശബരിമല ക്ഷേത്ര സന്ദർശനം നടത്തിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇത്രയും പ്രയാസകരമായിട്ടുള്ളൊരു അനുഭവം ജീവിതത്തിലുണ്ടായിട്ടില്ല. കാരണം ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവർ പ്രത്യേകിച്ചും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നലകളിൽ ഉണ്ടായിരുന്ന അവരുടെ സ്വാതന്ത്ര്യവും ആ കീഴ്വഴക്കവും ഒക്കെ ലംഘിക്കപ്പെടുന്നത് പോലെയാണ്. വലിയൊരു വിഭാഗം ഭക്തജനങ്ങൾ ക്ഷേത്രദർശനം പോലും നടത്താതെ, സന്നിധാനത്തിലെത്തി ക്ഷേത്രദർശനം പോലും നടത്താൻ കഴിയാതെ തിരിച്ചു പോകുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇന്ന് ഒരുപക്ഷെ പാർലമെൻ്റ് അംഗമായിട്ടുള്ള ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, കൃത്യമാണ്. ഗുരുതരമായിട്ടുള്ള മിസ്മാനേജ്മെൻറ്റ് ഈ മണ്ഡല മകരകാലവിളവിലെ നടപടിക്രമങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. വ്യാപകമായ പരാതിയാണ് ഭക്തജനങ്ങളിൽ നിന്ന്, ക്ഷേത്ര ജീവനക്കാരിൽ നിന്ന്. ഇന്നലകളിൽ അനുഭവ സമ്പത്തുള്ള പരിചയസമ്പന്നരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭാവം വളരെ വ്യക്തമായി നിലനിൽക്കുന്നു. വളരെ പിലിഗ്രീമേജ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരുന്നു, ഒരു അപ്രോച്ചായിരുന്നു ഇവിടുത്തെ സുരക്ഷാ സംവിധാനത്തിന് നേതൃത്വം കൊടുത്തവരുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇന്ന് വ്യാപകമായ നിലയിലുള്ള പരാതി, വളരെ റൂഡായിട്ടുള്ള ബിഹേവിയർ, ഒരു ഭക്തജന സൗഹൃദ സമീപനമല്ല ശബരിമല ക്ഷേത്രവും ക്ഷേത്രവിശ്വാസവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്ക് പൊതുവെ ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാവിയിൽ ശബരിമല സന്ദർശനത്തിന് വരാനുള്ള ആളുകളുടെ എണ്ണം കുറയും എന്ന് തന്നെയാണ്. ഞാൻ കേട്ട പരാതി, സോഴ്സ് എന്നോട് ചോദിക്കരുത്, കേട്ട ഒരു പരാതി, ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർണാടകത്തിലെ ഗുരുഭൂതനായിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 100 കണക്കിന് പേരാണ് ഈ ക്ഷേത്ര സന്ദർശനം നടത്തുന്നത്. അദ്ദേഹം പറഞ്ഞതായി ഞാൻ അറിയുന്നത്, അച്ചൻകോവിലിലോ ആര്യൻകോവിലിലോ പോയി ഇതേ വഴിപാടുകളും പൂജകളും നടത്തി മുന്നോട്ട് പോകാനാണ് ഭാവിയിൽ അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടിതുണ്ടായി എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഗൗരവതരമായിട്ടുള്ളൊരു പരിശോധന ഗവൺമെൻറ് നടത്തുന്നുണ്ടോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ സമഗ്രമായിട്ടുള്ളൊരു പരിശോധന, ഞങ്ങളൊക്കെ ഇന്നലകളിൽ വന്ന അനുഭവമാണ്. എന്തൊരു സൗഹൃദാന്തരീക്ഷമായിരുന്നു. മാത്രവുമല്ല, കണക്കുകൾ പരിശോധിച്ച് നോക്കി, ഇതിനകമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ മുൻകാല തീർത്ഥാടന കാലയളവിൽ ഉണ്ടായിരുന്ന ജനബാഹുല്യം ഇപ്രാവശ്യമില്ല. പക്ഷേ വലിയ തോതിലുള്ള തിരക്കാണ്. തിരക്ക് എവിടം വരെ? 18ാം പടി വരെയാണ് തിരക്ക്. ഫ്ലൈ ഓവറിൽ തിരക്കില്ല, സോപാനത്ത് തിരക്കില്ല, സന്നിധാനത്തിൽ തിരക്കില്ല. തിരക്ക് മുഴുവൻ 18ാം പടി വരെയാണ് തിരക്ക്. അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും, ഗുരുതരമായിട്ടുള്ള മിസ്മാനേജ്മെൻറ്റ് ഈ കാര്യത്തിലുണ്ട്. അതുപോലെ തന്നെയാണ് വളരെ ഗൗരവതരമായിട്ടുള്ള പ്രശ്നം, അപ്പവും അരവണയും ഉൾപ്പെടെയുള്ള വഴിപാടുകൾ വാങ്ങുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള ക്യൂ ആണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ വന്ന് പറഞ്ഞത് വഴിപാട് കേന്ദ്രം മാറ്റണമെന്ന് പോലും നിർദ്ദേശിച്ചു. എന്തുകൊണ്ടിതുണ്ടാകുന്നു? അതിൻ്റെ ദൗർലഭ്യമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഭക്തജനങ്ങൾക്ക് ആവശ്യമായ നിലയിൽ വഴിപാട് അല്ലെങ്കിൽ അരവണയും അപ്പവും ഉൾപ്പെടെയുള്ള നിവേദ്യങ്ങൾ നൽകാൻ കഴിയാതെ പോകുന്നു എന്നുള്ള ഗുരുതരമായ പരാതി, അതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള വലിയ അനിയന്ത്രിതമായിട്ടുള്ള ക്യൂ, ഇതെല്ലാം കൂടി ചേർന്നൊരു ടോട്ടൽ കാവോസ് അല്ലെങ്കിൽ ഒരു മിസ്മാനേജ്മെൻറ്റിൻ്റെ റിഫ്ലക്ഷനാണ് സത്യത്തിൽ ഞാൻ ഈ ശബരിമലയിൽ ഈ പ്രാവശ്യത്തെ തീർത്ഥാടനത്തിന് വന്നപ്പോൾ അനുഭവപ്പെട്ടത്. സാധാരണഗതിയിൽ ഇതിനേക്കാൾ വലിയ തിരക്കുള്ള സമയത്ത്, മകരവിളക്ക് സമയത്തും മണ്ഡലവിളക്ക് സമയത്തും ഒക്കെ പല ഘട്ടങ്ങളിലും ഇവിടെ വരികയും നിരവധി വട്ട MP ആയിരുന്നപ്പോഴും അല്ല, സാധാരണ ഒരു അധികാര പദവിയും ഇല്ലാതിരുന്ന ഘട്ടത്തിലുമൊക്കെ സുഗമമായി വന്ന് തൊഴുതു പോകാൻ കഴിയുമായിരുന്ന ശബരിമല ക്ഷേത്ര സന്നിധി ഇന്നൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീതി ജനിപ്പിക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്നതല്ല. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവാദപ്പെട്ടവർ തന്നെ ഞങ്ങളെ വിളിച്ചു പറയുന്നു, ഇത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം.